ബ്രീത്ത് അനലൈസർ പരിശോധനയുടെ പേരിൽ KSRTC പൊല്ലാപ്പിലാകുന്നത് ഇതാദ്യമായിട്ടല്ല. കോഴിക്കോട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർ ഷിബീഷിനെ മദ്യപിച്ചെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് ഒടുവിലത്തെ സംഭവം. KSRTC MDക്ക് മുന്നിലെത്തിയാണ് അദ്ദേഹം അന്ന് തന്റെ നിരപരാധിത്വം തെളിയിച്ചത്. കോഴിക്കോട് മാനന്തവാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറായിരുന്നു ഷിബീഷ്. പതിവ് പോലെ അന്നും അതിരാവിലെ ഡ്യൂട്ടിക്കെത്തി. പിന്നാലെ ജോലിക്ക് കയറുന്നതിനു മുൻപുള്ള ബ്രീത്ത് അനലൈസർ പരിശോധന. അന്നു പക്ഷേ പതിവില്ലാത്തൊരു ശബ്ദം ആ ഉപകരണത്തിൽ നിന്ന് പുറത്തു വന്നു. അതോടെ എല്ലാവരും വിധിയെഴുതി. മദ്യപിച്ചാണ് ഇയാൾ ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്നതെന്ന്. ഹോമിയോ മരുന്ന് മാത്രമാണ് കഴിച്ചതെന്നും ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലെന്നുമൊക്കെ ഷിബീഷ് ആണയിട്ട് പറഞ്ഞിട്ടും ആരും ചെവി കൊണ്ടില്ല. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ അയാൾ അപമാനഭാരവുമായാണ് അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. വന്നിട്ട് ഊതണം. അപ്പോൾ ആ ഊതിയേരം 9 കാണിച്ചു. അപ്പോൾ നമ്മൾ ജോലിയും മാറ്റി നിർത്തി. അപ്പോൾ ഞാൻ ഈ അസുഖം കാരണം, ജലദോഷവും ചുമയും പനിയും കാരണം ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹോമിയോ മരുന്ന് കഴിച്ചതാണോ എന്നറിയില്ല. 9 കാണിച്ചപ്പോൾ അവർ ജോലി തന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ വെള്ളമടിക്കാതെ അങ്ങനെ മദ്യപിക്കാത്ത ഒരാളാണ്. അപ്പോൾ മദ്യപിക്കാത്ത ഒരാൾ മദ്യപിച്ചെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് എന്താ അറിയില്ല. ഏറ്റവും വലിയൊരു അപമാനമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. വെള്ളമടിക്കാത്ത ഒരാൾ വെള്ളമടിച്ച് മാറ്റി നിർത്തി പല ആൾക്കാരും വിളിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ തോറ്റുകൊടുക്കാൻ ഷിബീഷ് തയ്യാറായിരുന്നില്ല. നിരപരാധിത്വം തെളിയിക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. KSRTC MDക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി. പിന്നാലെ വൈദ്യപരിശോധന. അധികം വൈകാതെ എല്ലാവർക്കും കാര്യം ബോധ്യപ്പെട്ടു. ഇവിടെ വില്ലൻ ഹോമിയോ മരുന്ന് തന്നെയാണ്. മരുന്ന് കുടിക്കാതെ തന്നെ ഊതിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മരുന്ന് തന്നിട്ട് ഒരു 3 ഗുളിക തന്നിട്ട് ഊതിപ്പിച്ചു. അപ്പോൾ മരുന്ന് കുടിക്കാതെ ഊതിയപ്പോൾ 0. മരുന്ന് കുടിച്ചപ്പോൾ ആ 3 ഗുളിക കുടിച്ചുള്ളൂ. അപ്പോൾ 5 പോയിന്റ് കാണിച്ചു. വെള്ളം മദ്യപിച്ചിട്ടല്ല അത് കാണിച്ചെന്നുള്ള ഇവർക്ക് മനസ്സിലായി. ആ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് അത് വന്നതെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. ഡ്രൈവർമാർ മദ്യപിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും അപകടങ്ങൾ കുറയ്ക്കാനുമാണ് KSRTCയിൽ ഊതിക്കൽ സംവിധാനം കൊണ്ടുവന്നത്. സർക്കാരിന്റെ ആ നടപടിയെ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ അതിന് ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ എത്തിച്ച് കാര്യക്ഷമത ഉറപ്പാക്കിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് ഡ്രൈവർമാർ പൊതുജനമധ്യത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ടേക്കാം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.